ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC റിഫ്ലക്സിലേക്ക് സ്വാഗതം. ഇന്ന് SSCRT 5ാം ക്ലാസ് ബേസിക് സയൻസിലെ 7ാം അധ്യായമായ അറിവിൻ്റെ ജാലകങ്ങളാണ് നോക്കുന്നത്. ചെമ്മനം ചാക്കോയുടെ മാനത്തിൽ ചന്ദ്രനുണ്ടെന്നു ചൊന്നതാരൻ്റെ കൺമണി എന്ന് തുടങ്ങുന്ന ഒരു കവിതയിലൂടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. കണ്ണ്, മൂക്ക്, കാത് ഇവയെല്ലാം നമുക്ക് നേടിത്തരുന്ന അറിവിനെ പറ്റിയാണ് ഈ കവിതയിലൂടെ അദ്ദേഹം കാട്ടിത്തരുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നാം എവിടെ ആഹാരം വെച്ചാലും കൃത്യമായി അവിടെ ഉറുമ്പുകൾ എത്താറുണ്ട്. അതുപോലെ തന്നെ നായയുടെ സമീപത്തു കൂടി ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പോയാൽ കൂടി അത് ചെവി ഉയർത്തുന്നു. അതുപോലെ പരുന്തുകൾ വളരെ ഉയരത്തിൽ നിന്നും അവയുടെ ഇരയെ കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? അവയുടെ പല അവയവങ്ങളിലൂടെയാണ് അവയ്ക്ക് ഇതൊക്കെ സാധ്യമാകുന്നത്. അവയവങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഈ അധ്യായത്തിൽ സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ കണ്ണിനെ പറ്റിയാണ് നോക്കുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ ഒരു കുട്ടി ലെൻസിലൂടെ മെഴുകുതിരി നോക്കുമ്പോൾ ആ കുട്ടിക്ക് തല തിരിഞ്ഞതും യഥാർത്ഥവുമായ അതിൻ്റെ ഇമേജാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകളിലും. നാം ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൽ വന്നു തട്ടുന്ന ലൈറ്റ് പ്രതിഫലിക്കുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, എന്നിട്ടത് നമ്മുടെ കണ്ണിൽ പതിക്കുന്നു. ആദ്യം ഇത് കോർണിയയിലാണ് പതിക്കുന്നത്, പിന്നെ വിവിധ ഭാഗങ്ങളായ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണി, ഐറിസ്, ലെൻസ് ഇവയൊക്കെ കടന്ന് അവസാനം റെറ്റിനയിലാണ് എത്തുന്നത്. എന്നിട്ട് റെറ്റിനയിലെത്തുന്ന ഇമേജ് യഥാർത്ഥവും തല തിരിഞ്ഞതുമായിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇതിനെ നേത്രനാഡികൾ അഥവാ ഒപ്റ്റിക് നെർവ്സ് തലച്ചോറിൽ എത്തിക്കുന്നു. എന്നിട്ട് യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച നമുക്ക് നൽകുന്നു. ഇനി കണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് പോയിന്റ്സ് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അറിയാവുന്നവരാണെങ്കിൽ അതൊരു റിവൈസ് ആയിക്കോട്ടെ, അറിയാത്തവരാണെങ്കിൽ അത് നോട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് തന്നെ, കണ്ണിൻ്റെ സ്ക്രീൻ എന്നറിയപ്പെടുന്നത് റെറ്റിനയാണ്. കണ്ണിലുള്ള ലെൻസ് ബൈ കോൺവെക്സ് ലെൻസാണ്. കണ്ണിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ്. കണ്ണിൻ്റെ തിളക്കത്തിനു കാരണം എന്താണ്? സിങ്ക് എന്ന ലോഹമാണ്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള അകലം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ കണ്ണിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ രോഗങ്ങളാണ് സെറോഫ്താൽമിയ, നിശാന്തത എന്ന രോഗങ്ങൾ. എന്താണ് ഡാൽട്ടണിസം? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഡാൽട്ടണിസം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് റോബർട്ട് ബോയിലാണ്. ആദ്യമായി കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടണുമാണ്. അടുത്തതായി ഈ ചാപ്റ്ററിൽ കണ്ണുകളുടെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതാണ് ബൈനോക്കുലാർ വിഷൻ. അതായത് ബൈനോക്കുലർ ബൈ എന്ന് പറയുമ്പോഴത്തേ രണ്ടെന്ന് തന്നെ നമുക്കറിയാം. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ബൈനോക്കുലാർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ കണ്ണുകൾക്ക് എല്ലാ നിറങ്ങളും തിരിച്ചറിയാൻ കഴിയും. മൂന്നാമത്തെ പ്രത്യേകത, ത്രിമാന കാഴ്ച തരുന്നു നമ്മുടെ കണ്ണുകൾ. അതായത് നീളം, വീതി, ഉയരം, ഘനം, അകലം എന്നിവയെല്ലാം അറിയാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾക്കുണ്ട്. അടുത്തതായി ഇവിടെ വൈറ്റ് കെയിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് വൈറ്റ് കെയിൻ? വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റിക്കാണ്. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ്. ഭാരം കുറഞ്ഞ പൊള്ളയായ അലൂമിനിയം ദണ്ഡാണിത്. ഈ വടിയുടെ പ്രത്യേകത, വടിയുടെ അടിയിലുള്ള ഒരു ലോഹഭാഗം, അതായത് മെറ്റൽ പാർട്ട്, വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വടിയിലെ തടസ്സം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവർ സുരക്ഷിതമായി റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിനടിയിലുള്ള ഒരു ലോഹഭാഗം വസ്തുക്കളിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അടുത്ത പോയിന്റാണ് ബ്രെയിൻ ലിപി. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി. ഇത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത്
വികസിപ്പിച്ചെടുത്തത് ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിലാണ്. കട്ടിയുള്ള കടലാസിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ തൊട്ടറിഞ്ഞ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, അന്ധർക്കുള്ള മാപ്പാണ് എംബോസ്ഡ് മാപ്പ്. അന്ധർക്ക് യൂസ് ചെയ്യുന്ന മാപ്പാണ് എംബോസ്ഡ് മാപ്പ്. പിന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള 2 സംവിധാനങ്ങളാണ്. ടാക്റ്റൈൽ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ അറിയാം, ടാക്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്പർശനമാണ്, തൊട്ടവർക്ക് സമയം അറിയാൻ പറ്റുന്നു. പിന്നെ ഉള്ളതാണ് ടോക്കിംഗ് വാച്ച്, അത് ഇന്ന സമയമാകുമ്പോൾ സമയം കൃത്യമായി പറയും. നാം എല്ലാവരും നമ്മുടെ എന്താണ് ഇവിടെ പറയുന്നത്, നേത്രദാനത്തെ പറ്റിയാണ് പറയുന്നത്. നാം എല്ലാവരും നമ്മുടെ മരണശേഷം നേത്രദാനം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിനുള്ള സമ്മതപത്രം നാം നേരത്തെ തന്നെ, അതായത് മരണത്തിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ ഒപ്പിട്ട് നൽകേണ്ടതാണ്. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കണ്ണിൻ്റെ ഏതു ഭാഗമാണ് നാം മാറ്റിവെക്കുന്നത്? കണ്ണിൻ്റെ കോർണിയയാണ് നാം മാറ്റിവെക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കണ്ണിൻ്റെ കോർണിയയാണ് നാം മാറ്റിവെക്കുന്നത്. പിന്നെ കണ്ണുകളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കാൻ നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അത്ര MCQ ക്വസ്റ്റ്യൻസ് അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ മറ്റു ജീവികളുടെ കാഴ്ചാവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി മരയോന്ത്. മരയോന്തുകൾക്ക് മറ്റു ജീവികളുടേതിൽ നിന്നും വ്യത്യസ്തമായി ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ച കാണാൻ കഴിയും. വ്യത്യസ്ത ദിശകളിലേക്ക് 2 കണ്ണുകളെയും വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ കഴിയും. പക്ഷെ നമുക്കങ്ങനെ സാധ്യമാകുമോ? നമുക്ക് 2 കണ്ണും ഒരു ദിശയിലോട്ട് മാത്രമേ പോവുകയുള്ളൂ. അടുത്തതായി മൂങ്ങ. ഇവയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് തല പിറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകളും കാണാൻ കഴിയും. അടുത്ത പൂച്ചയ്ക്കാണെങ്കിൽ മങ്ങിയ വെളിച്ചത്തിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പൂച്ചയുടെ കണ്ണുകളുടെ പ്രത്യേകത. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. അതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മങ്ങിയ വെളിച്ചത്തിലും കാണാൻ സാധിക്കുന്നത്. അടുത്ത ജ്ഞാനേന്ദ്രിയമാണ് ചെവി. നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില അഥവാ ഇക്വിലിബ്രിയം പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. ചെവിക്കുടയാണ് ശബ്ദത്തെ ചെവിക്കുള്ളിൽ എത്തിക്കുന്നത്. ഇത് വിവിധ ഭാഗങ്ങളിലൂടെ, കണ്ണിൽ പറഞ്ഞ പോലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുന്നു. അപ്പോഴാണ് നമുക്ക് ശബ്ദം തിരിച്ചറിയുന്നത്. ചെവിയുടെ പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണം എക്സ്റ്റേണൽ ഇയർ, മധ്യകർണം മിഡിൽ ഇയർ, ആന്തരിക കർണം ഇന്നർ ഇയർ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ശ്രവണത്തിനു സഹായിക്കുന്ന ചെവിയുടെ ഭാഗം എന്നറിയപ്പെടുന്നത് കോക്ലിയ ആണ്. ശ്രവണശേഷി ഇല്ലാത്തവർക്കുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ഇത്രയുമാണ് ചെവിയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഇല്ല ചെവിയെ പറ്റി. പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ചെവിയെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള പോയിൻറ്റ്സാണ്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് പാമ്പുകളുടെ ശ്രവണശേഷിയെ പറ്റിയാണ് പറയുന്നത്. പാമ്പുകൾക്ക് ആണെങ്കിൽ ബാഹ്യകർണമില്ല, അവയ്ക്ക് ആന്തരിക കർണം മാത്രമേ ഉള്ളൂ. അവ ആ ആന്തരിക കർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയുന്നു. അതായത് അവയ്ക്ക് വായുവിലൂടെ വരുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല, എന്നാൽ അവയ്ക്ക് പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. അതാണ് പാമ്പുകളുടെ ശ്രവണശേഷിയെ പറ്റിയുള്ളത്. നമ്മൾ ഇങ്ങനെ കാട്ടിലൂടെ അല്ലെങ്കിൽ കുറച്ച് രാത്രിയാകുമ്പോൾ നമ്മൾ വഴി കൂടെ നടക്കുമ്പം പറയില്ലേ, സൗണ്ട് ഉണ്ടാക്കി പോകണം, അപ്പം പാമ്പുകൾ സൗണ്ട് കേട്ടാൽ അങ്ങ് പൊക്കോളും, കടി കിട്ടൂല എന്ന് പറയൂലേ, അത് ഇതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ ജ്ഞാനേന്ദ്രിയമാണ് മൂക്ക്. മണം അഥവാ ഗന്ധം അറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. മനുഷ്യന് പൊതുവെ ഘ്രാണശക്തി കുറവാണ്. മനുഷ്യനേക്കാൾ ഘ്രാണശക്തി ഉള്ളവയാണ് സ്രാവ്, പാമ്പ്, നായ മുതലായവ. ഇവയിൽ ഏറ്റവും കൂടുതൽ
ഘ്രാണശക്തി ഉള്ളത് സ്രാവുകൾക്കാണ്. സ്രാവുകളാണ് ഘ്രാണശക്തിയിൽ ഒന്നാമത്. അവയ്ക്ക് കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ കഴിയും. അവയ്ക്ക് വളരെ അകലെ കടലിൽ രക്തം വീണാൽ പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അടുത്തതാണ് നായ. മണത്തറിയാൻ കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ മൂത്രമൊഴിക്കാറുണ്ട്. വഴി തിരിച്ചറിഞ്ഞ് തിരികെ എത്താൻ വേണ്ടിയാണ് അവ അങ്ങനെ ചെയ്യുന്നത്. പിന്നുള്ളത് പാമ്പാണ്. പാമ്പുകൾ നാക്ക് ഉപയോഗിച്ചാണ് ഗന്ധം അറിയുന്നത്. അതുകൊണ്ടാണ് അവ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്? നാക്ക് പുറത്തിടുന്നത്. അടുത്ത 4-മത്തെയാണ് നാവ്. രുചി നമ്മെ അറിയിക്കുന്ന അവയവമാണ് നാക്ക്. നാം എങ്ങനെയാണ് രുചി അറിയുന്നത്? നാം കഴിക്കുന്ന ഭക്ഷണം ഉമ്മനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ അഥവാ ടേസ്റ്റ് ബഡ്സിനെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം മെസ്സേജസായി, സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുന്നു. അങ്ങനെയാണ് നാം രുചി തിരിച്ചറിയുന്നത്. വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് രസമുകുളങ്ങൾ അല്ലെങ്കിൽ സ്വാദമുകുളങ്ങൾ. അതിന് ഇംഗ്ലീഷിൽ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയും. മധുരത്തിന് കാരണമാകുന്ന സ്വാദമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പുളിക്കും എരിവിനും ഉപ്പിനുമൊക്കെയായി നാവിൻ്റെ ഇരുവശങ്ങളിലാണ് കാണപ്പെടുന്നത്. കയ്പിന് നാവിൻ്റെ ഉൾവശത്താണ്. നാക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബിഫ് ടങ് എന്ന ഡിസീസ്. അടുത്ത 5-മത്തെയാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. അതുപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ താപനില അഥവാ ടെമ്പറേച്ചർ സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ത്വക്കിലൂടെ നാം സ്പർശനം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന, ആകൃതി, വലുപ്പം എന്നിവയെല്ലാം തിരിച്ചറിയുന്നു. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിനാണ്. അൾട്രാ വയലറ്റ് റേസിൽ നിന്നും നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കുന്നതും ഈ മെലാനിൻ തന്നെയാണ്. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. പിന്നെ ഇത് വിവിധ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഒന്ന് ഓവറോൾ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, എന്തൊക്കെയാണ് അതിനെ എങ്ങനെയൊക്കെയാണ് ശുചിത്വമായി വെക്കേണ്ടത് മുതലായ കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റായിട്ട് ഇതിനകത്ത് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്നെല്ലൻ ചാർട്ടാണ്. സ്നെല്ലൻ ചാർട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായുള്ള അക്ഷരങ്ങൾ എഴുതിയ ഒരു ബോർഡാണ് സ്നെല്ലൻ ചാർട്ട്. എന്താണ് സ്നെല്ലൻ ചാർട്ടിൽ? അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളിലായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുകളിൽ നിന്നാണ് വായിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് താഴോട്ട് എത്ര വരികൾ വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് നമ്മളിത് വായിക്കുന്നത്. ഏറ്റവും താഴെ വരെ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേത്രവിദഗ്ധൻ്റെ സഹായം തേടേണ്ടി വരുന്നു. ഈ ചാപ്റ്റർ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോയത്. കാരണം എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പോയത്. ഓക്കെ, ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.